ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം എനിക്കും സുഖം തന്നെയാണ്. അന്നിപ്പോൾ ഞായറാഴ്ചയാണ്. നിങ്ങളെല്ലാവരും അടിച്ചു പൊളിക്കാമെന്ന് എനിക്കറിയാം. ചിലർ വീട്ടിൽ ഇരിക്കും, ചിലർ മൂവിയാണ്, ചിലർ കുക്ക് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ ഞാനിന്ന് കുക്കിംഗ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ വീട്ടിൽ തന്നെ മൂവി കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മോനിസ് പറഞ്ഞ് നമുക്ക് രണ്ടുപേർ കൂടെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോയി ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ശരി, ഞാനും പറഞ്ഞു ഓക്കെ ഒന്ന് കറങ്ങിയേക്കാം എന്ന് വിചാരിച്ചിറങ്ങാണ്. അപ്പം ഞാൻ പോവാണ്. മോനുസ് മുമ്പേ ഇങ്ങനെ വെച്ച് പിടിച്ച് പോവാം വണ്ടി എടുക്കാൻ. എന്താ മോനുസേ, എന്താ ഭയങ്കര ജാടയാണ്, പോക്കണ്ട. ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി കാറ് എന്ന സ്ഥലത്തോട്ട് പോവുകയാണ്. ഓക്കെ, ഞായറാഴ്ചയായിട്ട് ഒരു മനുഷ്യർ ഈ ഫ്ലാറ്റിലൊന്നുമില്ല. അപ്പം എന്താ പറയുക, ഞാൻ ഒരു ദിവസം എടുത്ത വീഡിയോ മൊത്തം കാണിച്ചത് കേട്ടോ. ഒരു ദിവസം അവിടെ പോയി വണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സാധനമൊക്കെ മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നമ്മുടെ കാർ പാർക്കിൻ്റെ ഇങ്ങോട്ടാണ്, അങ്ങോട്ടാണ് പോകുന്നത്. അവിടുന്നൊക്കെ ഇങ്ങനെ വണ്ടിയിൽ കൂടി ഇങ്ങനെ വരും. ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, വണ്ടിയിൽ ചെന്ന് പെടും. സൂക്ഷിച്ച് പോകണം. എക്കോ അടിക്കുന്നുണ്ട്. അത് ഇതിങ്ങനെ ആയതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ എക്കോ അടിക്കുന്നത്. കണ്ടോ കേസ്, കണ്ടോ? ഒരു അമ്പലത്തിൽ വലത്തിടുന്ന മാതിരിയാണ്. ഒരു ഫുൾ വലത്തിട്ടിട്ട് വേണം ഗേറ്റിനടുത്തോട്ട് ചെല്ലാൻ. ഇതാണ് നമ്മളുടെ മെയിൻ ഗേറ്റ്. ഇതിനുമ്പ് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് മെയിൻ ഗേറ്റ്. ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങും. ഇതാണ് നമ്മുടെ വഴി. മഴ പെയ്താൽ നല്ല രസമാണ്. അങ്ങനത്തെ ഇപ്പം അങ്ങോട്ട് ചെന്ന് കയറി ചെറിയൊരു പാലമുണ്ട് കേട്ടോ. നല്ല രസമാണ് പാലത്തിൽ കാണാൻ. അതുകൂടെ പാലപ്പുറം ഇപ്പുറം കായലാണോ പോയത്? ചിത്രപ്പുഴ എന്ന് പറയും. പക്ഷെ നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായി സ്ഥലം. ഇവിടെ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. നന്നായി എടുക്കണം. അങ്ങനെ നമ്മൾ മെയിൻ റോഡിലെത്തി. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. വൈറ്റില സിഗ്നൽ എത്തിയിരിക്കുന്നത്. കേസ് വൈറ്റില സിഗ്നൽ. ഞായറാഴ്ചയായിട്ട് റോഡിലൊന്നും ആരും ഇല്ലെന്നാണ് വിചാരിച്ചത്. നിറയെ ആൾക്കാരുണ്ട്. നോക്കിക്കോളൂ, കണ്ടോളൂ. വണ്ടികളുടെ ഒരു ഘോഷയാത്ര തന്നെയുണ്ട്. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന MG റോഡാണ് കേട്ടോ. അതായത് ജോസ് ജംഗ്ഷനിലാണ് നിൽക്കുന്നത്. കാരണം സിഗ്നൽ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇപ്പം കത്തുമെന്നും പറഞ്ഞുകൊണ്ട്. അപ്പം റോഡിൽ അത്യാവശ്യം തിരക്കുണ്ട്. കാരണം ഈ കർക്കിടക മാസത്തിൽ ആടി സെയിൽ നടക്കുകയുള്ളൂ. അന്നേരം ഓണത്തിനേക്ക് വരവേൽക്കാൻ വേണ്ടി എല്ലാവരും ഓട്ടത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ഞങ്ങളങ്ങനെ അതേ നമ്മുടെ എറണാകുളത്തപ്പൻ്റെ ബാക്ക് സൈഡിൽ വന്നിരിക്കുകയാണ്. ഊട്ടുവരയല്ലേ ഇത്? ഊട്ടുവരയും വന്ന് കോഫി കുടിക്കാമെന്ന് വിചാരിച്ച്. മോനൂസ് വണ്ടി അങ്ങോട്ട് പാർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഊട്ടുവരയുടെ ഒരു പിക്ക് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ ഊട്ടുവരയുടെ ഫ്രണ്ട് സൈഡാണിത്. നമ്മുടെ ഇത് കോടതിയുടെ ആ വഴിയാണ് കേട്ടോ. പിന്നെ ഇത് എറണാകുളത്തപ്പൻ്റെ ആ ഒരു ബാക്ക് സൈഡിൽ വരും. പക്ഷെ അവിടുത്തെ ആ ഗോപുരം കാണുന്നുണ്ട്. അവിടെ ഗണപതിയാണ് പ്രതിഷ്ഠ കേട്ടോ. ഇവിടുത്തെ ഉത്സവം ഭയങ്കര വലുതാണ്. ഞാൻ വന്നിട്ടുണ്ട് ഉത്സവത്തിന് പലപ്പോഴും. അപ്പം മോനൂസ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നേരെ അങ്ങ് ഊട്ടുവരയിലേക്ക് വെച്ച് പിടിക്കുകയാണ്. അന്നേരം അവിടെ പോയി ഇരുന്നിട്ട് ഞങ്ങൾ എന്താ പറയുക, ഞാൻ പറഞ്ഞത് 2 വടയും 2 ഫിൽറ്റർ കോഫിയാണ്. അന്നേരം അത് വെയിറ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ മോനൂസ് ഒന്ന് വീഡിയോ പിടിച്ചതാടാ. കാരണം അന്നേരം അവൻ പറഞ്ഞ് ഓപ്പോസിറ്റ് അവിടെ എല്ലാം പെൺകുട്ടികളായിരിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവരെ വീഡിയോ പിടിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ പേര് കേസ് കൊടുക്കും, ഇല്ലെങ്കിൽ തല്ലുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയാം ഞാൻ നോക്കട്ടെ ആരാന്ന്. അപ്പം മോനൂസ് ശരിയാണ്, മോനൂസിന് ഓപ്പോസിറ്റ് പെൺകുട്ടിയും ആ ഫാദറും കൂടി ഇരിപ്പുണ്ട്. അടി മേടിച്ച് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഞാൻ തന്നെ എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞ എൻ്റെ വട വന്നപ്പോഴേ ഞാൻ എന്ത് ചെയ്തു, ഞാനൊന്നും കഴിപ്പ് തുടങ്ങി. കാരണം എനിക്ക് വിശന്നാൽ പിന്നെ ഞാനതൊന്നും നോക്കില്ല, അതും കഴിച്ചു.
പിന്നാണ് അതിന് ശേഷമാണ് എൻ്റെ ഫിൽറ്റർ കോഫി വന്നത്. മോനൂസാണെങ്കിൽ മോനൂസിൻ്റെ ഫിൽറ്റർ കോഫിയും വടയും കൂടെ ഒരുമിച്ചേ കഴിക്കുള്ളൂ. അത് എന്ത് വന്നാലും ഒരുമിച്ച് സാധനങ്ങൾ വന്നതിന് ശേഷം അവൻ കഴിക്കാറുള്ളൂ. അങ്ങനെ ഞങ്ങളവിടെ നേരെ പോയത് പോത്തീസിലോട്ടാട്ടോ. പോത്തീസിൽ പോയതാണ് വലിയ കാര്യം. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മറ്റേ ചെറിയ റൈസാണല്ലോ, അത് പൊന്നി റൈസ്. അതെനിക്ക് ഏറ്റവും നല്ലത് തമിഴ്നാടിൻ്റെ ഒരു ഫീല് കിട്ടുന്നത് എനിക്ക് ഇവിടുന്ന് മേടിക്കുമ്പോഴാണ്. അങ്ങനെ ഞാൻ ആ 10 കിലോ അരി മേടിക്കാനാണ് പോത്തീസിൽ പോകുന്നത് മിക്ക സമയങ്ങളിലും. പിന്നെ ആ പോകുന്ന ടൈമിൽ ജസ്റ്റൊക്കെ ഒന്ന് അവിടെ കറങ്ങി നടന്ന് കാണും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കറങ്ങി നടന്ന സ്ഥലങ്ങൾ കാണാൻ. പിന്നെ ഓരോ സാരികളും ഇങ്ങനെയുള്ള ഓരോ സാധനങ്ങളും കാണാം. പിന്നെ അവിടെ കുറേ നല്ല നല്ല മാലകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി എടുത്ത് നോക്കി. പക്ഷേ ഒന്നും മേടിച്ചില്ല, അരി മാത്രമേ മേടിച്ചുള്ളൂ. പിന്നെ അവിടെ നേരെ ഞങ്ങൾ തൃപ്പൂണിത്തറ വന്നതും ഓഡിറ്റോറിയത്തിനടുത്ത് കാല് കുത്തി ഓട്ടത്തുള്ളിൽ അവിടെ കഴിഞ്ഞു. ചൂടെ നേരത്തെ വന്നിട്ട് നല്ലോണം കാണാമായിരുന്നു. കഴിഞ്ഞു പിന്നെ അവരെ ആദരിക്കുന്ന ചടങ്ങാണ്. പിന്നെ അതൊക്കെ നിന്ന് കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്ത് നോക്കി നിന്നിട്ട് ഞാനും മോൻസ് അതിൻ്റെ അടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഒരു അച്ഛനും മകനും നടത്തുന്ന ഈ പാനിപൂരി അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്നത്. പിന്നെ ഞാനും അവിടെ പോയിട്ട് ഇതാണ് കഴിച്ചത്. മോനുസും ഞാനത് കഴിച്ചു. എനിക്ക് എന്തെങ്കിലും പെട്ടെന്നൊന്ന് വിശപ്പ് വന്നാൽ ഇങ്ങനെയുള്ള ഐറ്റംസ് കഴിച്ചു തന്നാൽ എൻ്റെ വയറ് ഓക്കെ ആവും. ഞാൻ പിന്നെ ഭയങ്കര ഹാപ്പി ആവും. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ മാസത്തിലൊരിക്കലെങ്കിലും പൂർണ്ണത്രേശിൻ്റെ എൻ്റെ കാലൊന്ന് കുത്തിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് അതിൻ്റെ ഫീൽ അറിയുന്നത്. അവിടുന്ന് വരണ്ടേ അല്ലായിരുന്നു തോന്നുന്നത്. ചില മനുഷ്യർക്ക് അങ്ങനെയാണല്ലോ, കിട്ടേണ്ടത് കിട്ടുമ്പോഴേ ഉറക്കം വരുള്ളൂ എന്ന് പറയല്ലേ. അങ്ങനെ മോനൂസും വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നേരെ അങ്ങോട്ട് പോവുകയാണ്. വണ്ടി എടുത്തു. അപ്പോൾ തിരിച്ച് വീട്ടിലെത്തി. അന്നേരം കയ്യിൽ കുറച്ച് സാധനം ആയതുകൊണ്ടാണ് വീട്ടിലോട്ട് വന്ന ആ ഒരു വീഡിയോ എടുക്കാഞ്ഞത്. അപ്പം ഞാനും മോനൂസും വീട്ടിലെത്തി. അപ്പോൾ എല്ലാവരും സന്തോഷവും സമാധാനത്തോടെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റ.